എവിടെ പോയാലും ജനങ്ങൾക്കിടയിലിരുന്ന് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കി അതെല്ലാം കുറിച്ചെടുക്കുന്നതായിരുന്നു വി എസിന്റെ എക്കാലത്തെയും രീതി. പ്രശ്നപരിഹാരത്തിന് ഏതറ്റം വരെയും പോകുന്ന മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ചുറ്റുമുള്ളവരെ തന്നിലേക്ക് ചേർത്തു നിർത്തുന്ന ജനകീയത എന്ന ആ മാന്ത്രികതയ്ക്ക് ഉടമയായിരുന്ന വ്യക്തിത്വമാണ് ഇപ്പോൾ നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഏതോ ഒരു നേതാവ് വന്നിരിക്കുന്നു തമ്പ്രാനുമായുള്ള ബന്ധമില്ലാതാക്കാൻ. 1943 കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്ന ദൗത്യവുമായി കുട്ടനാട്ടിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ കൃഷിക്കാർ വി എസ് അച്യുതാനന്ദനോടുള്ള സമീപനം ഇതായിരുന്നു. വി എസിനൊപ്പം എത്തിയ 3 നേതാക്കളും ആ ദൗത്യം വിജയമാകില്ല എന്നുറപ്പിച്ച് വന്ന വഴി മടങ്ങി. പക്ഷെ വി എസ് അവിടെ തന്നെ തുടർന്നു. എന്തു വന്നാലും ഏറ്റെടുത്തത് നടപ്പാക്കിയിട്ടേ വരൂ എന്നൊരു നിശ്ചയദാർഢ്യത്തോടെ 5 മാസം, വെറും 5 മാസം കൊണ്ട് കാവാലത്ത് തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയന്റെ ഘടകം നിലവിൽ വന്നു. തുടർന്ന് പുളിങ്കുന്ന്, ചെറുകര, കായൽ മേഖല തുടങ്ങിയ ഇടങ്ങളിലെല്ലാം പ്രവർത്തനം വ്യാപിപ്പിച്ചു. പിന്നിൽ ഒരൊറ്റയാളുടെ പ്രവർത്തനമാണ്, കൗമാരം വിട്ടുമാറിയിട്ടില്ലാത്ത വി എസിന്റെ. വി എസ് അങ്ങനെയായിരുന്നു ചുറ്റുമുള്ളവരെ തന്നിലേക്ക് ചേർത്തു നിർത്തുന്ന ജനകീയത എന്ന മാന്ത്രികയ്ക്കുടമ. പ്രിയപ്പെട്ട വി എസിന് സമരവീര്യത്തിന്റെ ചുരുക്കെഴുത്തിന് ചെങ്കൊടി പാറിക്കാൻ ഉയിരേകിയ സഖാവിന് വിട.